നടിയും മാധ്യമപ്രവർത്തകയും അവതാരകയുമായ റിനി ആൻഡ് ജോർജ് ഇന്നലെയാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിനു മുൻപേ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു യുവ രാഷ്ട്രീയ നേതാവ് തനിക്കെതിരെ അപമര്യാദയെ പെരുമാറിയെന്നും അതിനെതിരായിട്ട് പരാതി നൽകിയപ്പോഴും അതിൽ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആ നേതാവിന് പിന്നെ സ്ഥാനമാനം ലഭിച്ചുവെന്നുമായിരുന്നു ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിനകത്ത് റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കിയത്. പിന്നെ അത് വലിയ വിവാദമായി. അത് ഏത് രാഷ്ട്രീയ നേതാവിലേക്കാണ് എത്തുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അപ്പോഴും കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു, ഒരു യുവ രാഷ്ട്രീയ നേതാവ് തന്നോട് അപമര്യാദയെ പെരുമാറി, തന്നോട് മാത്രമല്ല പല സ്ത്രീകളോട് പെരുമാറിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ട് എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച് നടപടി ആവശ്യപ്പെട്ട പരാതി നൽകിയപ്പോഴത്തേക്കും ആ നേതാവുള്ള പാർട്ടിയുടെ സീനിയർ ലീഡർഷിപ്പിനോട് പരാതി നൽകിയപ്പോഴത്തേക്കും ആ കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി ചേർത്ത് റിനി ആൻഡ് ജോർജ് പറഞ്ഞു. റിനി ആൻഡ് ജോർജ് ആ ആളുടെ പേര് പറഞ്ഞില്ല. തനിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് ആ നേതാവെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുമാത്രവുമല്ല, ഹൂ കേസ് എന്ന് തുടർച്ചയായിട്ട് പറയുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും എല്ലാ ഡോട്ടുകളും യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിലേക്കാണ് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ ശക്തമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അതിനുശേഷം പിന്നെ നിർബന്ധിത അബോർഷന് വിധേയയാക്കി എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചില്ല. ആ സംഭവം ഉയർന്നു വന്നതിന് ശേഷം ആ സംഭവം എയറിലെത്തി സോഷ്യൽ മീഡിയ ചർച്ചയായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടം മീഡിയയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, ഒരു തവണ ചോദിച്ചപ്പോഴത്തേക്കും ഹൂ കേസ് എന്ന ഡയലോഗാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. ആ ഡയലോഗാണ് ഇപ്പോൾ ഇന്നലെ റിനി ആൻഡ് ജോർജ് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടമാണെന്ന രീതിയിലേക്ക് എത്തിയത്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന രീതിയിൽ തന്നെ വാർത്ത കൊടുക്കുകയും ചെയ്തു. എന്തായാലും മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും പക്ഷേ സോഷ്യൽ മീഡിയ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. റിനി ആൻഡ് ജോർജ് CPIMൻ്റെ പുതിയ ചാവേറാണെന്നാണ് കനകുലുവിൻ്റെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സൈബർ ടീം ഇതിൻ്റെ ഭാഗമായിട്ട് റിനി ആൻഡ് ജോർജിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് ഇവൻറ്റുകളിൽ ഓർഗനൈസറായി നിന്ന വ്യക്തി കൂടിയാണ് റിനി ആൻഡ് ജോർജ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് ഇതുകൊണ്ടാണ് ഈ CPIMൻ്റെ പുതിയ ചാവേറാണ്, അല്ലെ AK സെൻറ്റർ എന്ന് പറഞ്ഞു വിട്ടതാണ്, AK സെൻറ്റർ 10 കോടി കൊടുത്താന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ സൈബർ ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും സുപ്രധാനം പല ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം റിനി ആൻഡ് ജോർജിൻ്റെ സാമൂഹ്യ മാധ്യമ ഹാൻഡിൽ തന്നെ ഉണ്ട്. റിനി ആൻഡ് ജോർജിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ VD സതീശനാണ്. VD സതീശനൊപ്പം തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന ചിത്രങ്ങളുണ്ട്, വീഡിയോകളുണ്ട്. തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത രാഷ്ട്രീയ നേതാവ് VD സതീശനാണെന്ന് എടുത്ത് തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, എറണാകുളം DCC ഓഫീസിലെ സ്ഥിര സന്ദർശകയായിരുന്നു. അവിടെ ഉള്ളവരുമായിട്ടുള്ള ചേർന്ന ദൃശ്യങ്ങൾ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, തൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ അദ്ദേഹമാണെന്ന് എടുത്ത് തന്നെ പറയുന്നുണ്ട്. 2011 അദ്ദേഹത്തിന് VD സതീശന് മന്ത്രിസ്ഥാനം കിട്ടാത്തപ്പോൾ തനിക്ക് ദുഃഖമുണ്ടായിരുന്നു എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്, AK സെൻറ്റർ അല്ല, ഇന്ദിരാഭവനിലാണ് ഏറ്റവും കൂടുതൽ കാലം റിനി ആൻഡ് ജോർജ് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. AK സെൻറ്ററുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോൺഗ്രസ്സുകാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സൈബർ കോൺഗ്രസ്സുകാരും സൈബർ ലീഗുകാരും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ റിനി ആൻഡ് ജോർജിനെ CPM പറഞ്ഞു വിട്ടതാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ MP രാജേഷും P രാജയുമായി ചേർന്ന് റിനി ആൻഡ് ജോർജിൻ്റെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലെ 2 ചിത്രം ഉപയോഗിച്ചാണ് പറയുന്നത് ഇത് AK സെൻറ്റർ എന്നാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റിനി ആൻഡ് ജോർജിൻ്റെ സാമൂഹ്യ മാധ്യമ ഹാൻഡിൽ ഏറ്റവും കൂടുതലുള്ളത് VD സതീശനൊപ്പമുള്ള ചിത്രമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കത്തിന് പിന്നിൽ VD സതീശനാണെന്ന് സംശയിച്ചാൽ എങ്ങനെ ആ ആൾക്കാരെ തെറ്റു പറയാനാകും? കാരണം സൈബർ കോൺഗ്രസ്സുകാരുടെ അതേ ന്യായീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ സതീശനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൈബർ കോൺഗ്രസ്സുകാരുടെ ന്യായീകരണം വെച്ച് മാത്രമല്ല ഇതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമില്ല. കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ നീക്കത്തിന് പിന്നിലെന്ന ചർച്ചകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന അതേ രീതി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ സതീശനാണെന്ന് പറയേണ്ടി വരും. കാരണം സാമൂഹ്യ മാധ്യമ ഹാൻഡിലുള്ള ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ള 2 ചിത്രം വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇതിന് പിന്നിൽ CPM ആണെന്ന്. പക്ഷേ അതേ സാമൂഹ്യ മാധ്യമ ഹാൻഡിൽ പരിശോധിക്കുമ്പോഴത്തേക്കും ഒരുപാട് ചിത്രമുള്ളത് VD സതീശനാണ്. മാത്രമല്ല, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ, പേഴ്സണലായിട്ടുള്ള ചടങ്ങുകളിൽ സതീശൻ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. DCC ഓഫീസിൽ വെച്ച് വരെ റിനി ആൻഡ് ജോർജിൻ്റെ എറണാകുളം DCC ഓഫീസിൽ വെച്ച് വരെ റിനി ആൻഡ് ജോർജിൻ്റെ
ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ വരെ അതിനകത്തുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്കും ഇതിന് പിന്നിൽ സതീശനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ്സുകാരുടെ ന്യായം വെച്ച് നോക്കുമ്പോൾ സംശയിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ തെറ്റു പറയാനാവുക? എന്തൊക്കെയായാലും സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കാണ്ട് കഴിഞ്ഞ മാസം അവസാനം തന്നെ രാഹുൽ മാങ്കൂട്ടമാണെന്ന രീതിയിൽ ഒരു ചർച്ച വന്നിരുന്നു. അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം വ്യക്തമായ മറുപടി നൽകിയില്ല. മാത്രമല്ല ചിലരെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സൈബർ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മോശമായ നടപടി ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഇടതുപക്ഷ അനുകൂല സൈബർ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല അതിനുശേഷം പിന്നെ ആ സംഭവത്തിന് ശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാര്യമായി ഫേസ് ചെയ്തിരുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. നാഴിക 40 വട്ടം പത്രസമ്മേളനം വിളിക്കുകയും പിന്നെ ഫേസ്ബുക്കിലൂടെ ഇടതുപക്ഷ പ്രവർത്തകരെ മറ്റുള്ളവരെ കളിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം അതിനുശേഷം പിന്നെ വളരെ നല്ല കുട്ടിയായി മാറിയ കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിലെത്തിയിരിക്കുകയാണ് റിനി ആൻഡ് ജോർജിൻ്റെ ഇന്നലത്തെ വ്യക്തമായ നിലപാട് പലരും ഞെട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിനുശേഷം പിന്നെ എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കരൻ രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ട് ചാറ്റിൻ്റെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഹണി ഭാസ്കരൻ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ സംഭവം വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമോ എന്ന കാര്യം മാത്രമേ അറിയുള്ളൂ. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം അഗ്നിശുദ്ധി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാലും ഇപ്പോൾ കാര്യം വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യുവതി ധൈര്യം കാണിച്ചിരിക്കുകയാണ്. അത് മറ്റു ഒരുപാട് യുവതികൾക്ക് സന്ദേശമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയാലും രാഹുൽ മാങ്കൂട്ടം വളരെ വലിയ പ്രശ്നത്തിലാണ്. ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞ് മാറി നിൽക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്.